ഉഴുന്ന് വീട്ടിലുണ്ടോ? അങ്ങനെയാണെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റി ആൻഡ് ക്രിസ്പി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കിയാലോ? നല്ല ക്രിസ്പി ആയിട്ടുള്ള അരിമുറുക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. 2-3 വീക്സ് സൂക്ഷിച്ച് വെക്കാവുന്ന നല്ല ക്രിസ്പി സ്നാക്സ് ഉണ്ടാക്കി വെക്കാം. അരിപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും കഴിക്കാൻ പറ്റുന്ന അത്ര നല്ല മുറുക്കാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അരിമുറുക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് 1 കപ്പ് ഉഴുന്ന് വേണം. അത് നന്നായിട്ട് കഴുകിയിട്ട് ഒരു അരമണിക്കൂർ വെള്ളത്തിൽ ഇട്ട് വെക്കണം. സാധാരണ ഇഡ്ഡലിക്കും ദോശയ്ക്കും എടുക്കുന്ന ഉഴുന്നാണ് നമ്മളിവിടെ എടുക്കേണ്ടത്. ഉഴുന്ന് കുതിർത്ത് വെക്കുന്നത് 3/4 മണിക്കൂർ ആയാലും കുഴപ്പമില്ല, അത് ഓക്കെയാണ്. കാരണം നമുക്ക് ഉഴുന്ന് നന്നായി കുതിർന്ന് കിട്ടിയാൽ മതി. അങ്ങനെ ഉഴുന്ന് കുതിർത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു 3/4 മണിക്കൂറോളം ഉഴുന്ന് അടച്ചു വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത അരിപ്പൊടിയാണ് വേണ്ടത്. അരിമുറുക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് 2 കപ്പ് അരിപ്പൊടിയാണ് വേണ്ടത്. അപ്പോൾ അത് നമുക്ക് ഇടിയപ്പത്തിൻ്റെ പൊടിയോ അല്ലെങ്കിൽ പത്തിരിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അരിപ്പൊടി ഉണ്ടാവില്ലേ, അതാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. വറുത്ത അരിപ്പൊടി ആയിരിക്കണം. പുട്ടിൻ്റെ പൊടി നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. അരിപ്പൊടിയിലേക്ക് ചേർക്കാനായിട്ട് നമുക്ക് മുളക് പൊടി, അത് നമുക്ക് കാശ്മീരി മുളക് എടുത്താലും മതി. പിന്നെ ജീരകം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ തോരനൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കൂലേ, ആ ജീരകമാണ് നമുക്ക് വേണ്ടത്. പിന്നെ കുറച്ച് ഉപ്പ്, ഇത്രയും. പിന്നെ ഉഴുന്നും ആണ് നമുക്ക് വേണ്ടത്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടിയിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടി ചേർക്കുന്നത് ഒരു കളറിന് വേണ്ടിയിട്ടാട്ടോ. ഞാനിവിടെ 1 ടീസ്പൂൺ തന്നെ ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ജീരകമാണ് കേട്ടോ, അതായത് ചെറിയ ജീരകമാണ് നമുക്ക് വേണ്ടത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും എത്തുന്നവരെ ഇളക്കി കൊടുക്കുക. അപ്പോഴേക്കും നമ്മൾ ഉഴുന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. അങ്ങനെ ആ വെള്ളം മാറ്റിയിട്ട് കഴുകിയിട്ട് ഉഴുന്നൊരു പാത്രത്തിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉഴുന്ന് ആദ്യമേ പുറത്തിട്ട് അത് വേവിച്ചിട്ട് വെക്കാം കേട്ടോ. അങ്ങനെ ഉഴുന്ന് വേവിക്കാനായിട്ട് നമ്മളൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലൊഴിക്കുന്ന വെള്ളത്തിന് അളവൊന്നുമില്ല കേട്ടോ. ഉഴുന്നിന് മേലെ നിൽക്കുന്ന രീതിയിൽ വെള്ളം വെക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വിസിലോ അല്ലെങ്കിൽ ഒരു 3 വിസിലോ വേവിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് കുക്കർ ഓഫാക്കണം. പിന്നെ കുക്കറിൻ്റെ പ്രഷർ പോയാൽ മാത്രമേ തുറക്കാൻ പാടുള്ളൂ. ഉഴുന്ന് വന്നിട്ട് അതൊന്ന് സോഫ്റ്റ് ആയാലും മതി, നന്നായിട്ട് വേണമെന്നൊന്നുമില്ല. അങ്ങനെ വെള്ളം മൊത്തം ഊറ്റിയിട്ട് ഉഴുന്നും വെള്ളവും നമ്മൾ സെപ്പറേറ്റ് ആക്കണം. ഉഴുന്ന് ഒരു 5 മിനിറ്റ് ചൂടാറാനായിട്ട് വെക്കാം. എന്നിട്ട് ഞാനത് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടു. അതിൽ വെള്ളം ഒഴിക്കാതെ വേണം നമ്മൾ അരക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒട്ടും അരക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രം എന്താക്കുകയെന്ന് വെച്ചാൽ 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒട്ടും തരിയില്ലാതെ വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അരച്ചെടുത്തതിന് ശേഷം ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ അരിപ്പൊടിയിലേക്ക് മാറ്റി വെച്ച ഉഴുന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമ്മൾ കുഴക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുക്കർ തുറക്കുമ്പോൾ വെള്ളം ഇല്ലെങ്കിൽ കുഴപ്പമില്ല, വേറെ വെള്ളം വെച്ചിട്ട് നമുക്ക് മിക്സ് ആക്കിയാൽ മതി. അരിപ്പൊടിയിലേക്ക് നമ്മൾ മാറ്റി വെച്ച അരച്ചിട്ടെടുത്തിട്ടുള്ള ഉഴുന്ന് ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ കൈ കൊണ്ട് തന്നെ ഇത് കുഴച്ചെടുക്കുന്നതായിരിക്കും നന്നായിട്ടുണ്ടാവുക. അതുകൊണ്ട് നമ്മൾ കൈ കൊണ്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ ഇടിയപ്പത്തിനും കുഴക്കുന്ന അതേ രൂപത്തിൽ തന്നെയാണ് നമ്മൾ ഇതും കുഴച്ചെടുക്കേണ്ടത്. അതിനുശേഷം കുറച്ച് ഉഴുന്നിൻ്റെ വെള്ളം, മാറ്റി വെച്ച വെള്ളം ഉണ്ടല്ലോ, അത് എടുത്തിട്ട് ഒന്നും കൂടി കുഴയ്ക്കുക. അങ്ങനെ നമ്മൾ മാവ് ഇരിക്കേണ്ടത് ഒത്തിരി സോഫ്റ്റ് ആവാനും പാടില്ല, അതുപോലെ ഒത്തിരി ഹാർഡാവാനും പാടില്ല. ആ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്ക് മുറുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സേവനാഴി വേണം. ഇതിൽ പല ഷേപ്പിൽ നമുക്ക് ചില്ലുകൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലെടുത്തത് സ്റ്റാർ ഷേപ്പുള്ളതാണ്. നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതനുസരിച്ചിട്ടാണ് അതിൻ്റെ ഡിസൈൻ ഉണ്ടാവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ചില്ലി ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഫസ്റ്റ് ടൈം മാത്രമേ നമ്മൾ ഓയിൽ തേച്ച് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. വീണ്ടും വീണ്ടും ഓയിൽ തടവേണ്ട ആവശ്യമില്ല. ഇനി ഈ സേവനാഴിയിലേക്ക് നമ്മൾ മാവിട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഒരു പ്ലേറ്റ് എടുക്കണം. അതിൽ നമുക്ക് മുറുക്ക് ചുറ്റിച്ച് കൊടുക്കാം. ഞാനിവിടെ ഫുള്ള് ചുറ്റിച്ച് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ചായിട്ടും ഫ്രൈ ചെയ്യാം. നമ്മളിങ്ങനെ ചുറ്റിച്ച് കൊടുക്കുന്ന സമയത്ത് ഓരോന്നൊക്കെ പൊട്ടിപ്പോകും കേട്ടോ. പക്ഷെ അത് കുഴപ്പമില്ല, അത് നമുക്ക് ഓയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അത് ഓക്കെ ആവും, കറക്റ്റായി കിട്ടും. നുറുക്കിങ്ങനെ ഓരോന്നായി ചുറ്റിച്ചെടുക്കുമ്പോൾ നമുക്കത് ഈസി ആയിട്ട് എടുക്കാനൊക്കെ പറ്റും കേട്ടോ. കട്ടിക്ക് തന്നെയാണ് നുറുക്കിയിരിക്കുന്നത്.
നമ്മുടെ നുറുക്ക് ഇതേപോലെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കണം. കാരണം വറുത്ത അരിപ്പൊടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വറുത്ത അരിപ്പൊടിക്ക് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോഴാണ് നമ്മളെ മാവ് നല്ല അധികം സോഫ്റ്റ് ആവാനും പാടില്ല, എന്നാൽ അധികം ഹാർഡാവാനും പറ്റില്ല. ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയാലാണ് നമുക്ക് ഇതുപോലെ കിട്ടുന്നത് കേട്ടോ. അങ്ങനെ മുറുക്ക് മൊത്തം ഞാൻ ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കംപ്ലീറ്റ് ആയി. 2 പ്ലേറ്റിലായിട്ടാണ് കേട്ടോ ഞാൻ ഫുൾ ചുറ്റിച്ച് കൊടുത്തിരിക്കുന്നത്. ഓയിൽ നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കോക്കനട്ട് ഓയിലാണ്. മുറുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടാകുമ്പോൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. മുറുക്ക് ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്തിട്ട് ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ മീഡിയം ഫ്ലെയിമിലേ വെക്കാവൂ. ഇല്ലെങ്കിൽ പുറമേ പെട്ടെന്ന് ബ്രൗൺ ആവും, ബട്ട് ഉള്ളിൽ വെന്തിട്ടും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിൽ വെക്കണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മുറുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് നമ്മൾ മറിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ മുറുക്കെല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അത് അരിപ്പയിലേക്ക് എടുത്തിട്ടിട്ട് ഓരോന്നോരോന്നായിട്ട് കോരി മാറ്റണം. അരിപ്പയിലേക്ക് കോരി മാറ്റിയതിന് ശേഷം നമ്മളത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കണം. അങ്ങനെ നമ്മൾ ചുറ്റിച്ച് വെച്ചിട്ടുള്ള എല്ലാ നുറുക്കും ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് പോലെ തന്നെ ക്രിസ്പി ആണെങ്കിലും വലിയ ഹാർഡൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കിത് കുട്ടികൾക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല അടിപൊളി ടേസ്റ്റാണ് മുറുക്കിന്. നമ്മുടെ വീട്ടിലുള്ള എന്നും ഉണ്ടാക്കുന്ന സാധനങ്ങളിൽ മാത്രമല്ലേ നമുക്ക് വേണ്ടൂ ഈ നുറുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ചായക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് അരിമുറുക്ക്. ഇനി മുറുക്കെല്ലാം ഒരു എയർ ടൈറ്റ് പാത്രത്തിലേക്ക് നമ്മൾ എടുത്ത് വെക്കണം. 2-3 ആഴ്ച കേടുകൂടാതെ നിന്നോളൂ. അപ്പോൾ ബൈ ഫ്രണ്ട്സ്, നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ട്യൂൺ.